പപ്പൂസ് കെന്നലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാജപാളയം ചെയ്യുന്നത് ബിജുവിന്റെ ഫാമിലാണ്. നമുക്ക് ഇന്നത്തെ അവിടുത്തെ വിശേഷങ്ങൾ ബിജുടെ നമ്മുടെ വ്യൂസിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തു. ബിജുടെ 4-5 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ ബിജുനെ ഒന്ന് പരിചയപ്പെടുത്തു. എൻ്റെ പേര് ബിജു എന്നാണ്. എന്നെ അറിയപ്പെടുന്നത് PD ബിജു എന്നാണ്. എൻ്റെ ഫാം ഇരിക്കുന്ന സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ വയറമരുതി എന്ന സ്ഥലത്താണ്. ശബരിമലയ്ക്ക് പോകുന്ന മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ്. ചേട്ടാ, നമ്മുടെ ഈ ഡോഗ് ഫാമിൽ എത്ര വെറൈറ്റി ഡോഗ് ബ്രീഡുകളുണ്ട്? ഇപ്പം നമുക്കൊരു 13ഓളം വെറൈറ്റി ഇന്ത്യൻ ബ്രീഡുകൾ തന്നെയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയൂ. അതിനകത്ത് ഇപ്പം നമുക്കുള്ളത് മലയന്, കന്നി, ചിപ്പിപ്പാറ, കോമ്പ, പുള്ളിവരയൻ, കന്നിയൻ, ചെങ്കോട്ട, രാജപാളയം, ഇങ്ങനെ കുറേ ബ്രീഡുകളാണ് ഉള്ളത്. നമ്മുടെ ഈ ഫാമിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഏത് ബ്രീഡാണ്? ഏറ്റവും കൂടുതൽ രാജപാളയമാണ്. നമുക്ക് ഏകദേശം ഒരു 53 എണ്ണത്തോളം ഉണ്ട്. 53 രാജപാളയം. 4 ആണും ബാക്കി പെണ്ണും. ഓക്കെ. ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ രാജപാളയത്തെ നമ്മൾ ഈ ഫാമിൽ ചെയ്യാൻ കാരണം എന്താ? നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ വിറ്റുവരവുള്ള ഒരു ബ്രീഡിൽ ഇന്ത്യൻ ബ്രീഡിൽപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ബ്രീഡിൽപ്പെട്ടതുള്ളതിനകത്ത് രാജപാളയമാണ്. ഇപ്പം ചേട്ടാ, നമ്മുടെ ഈ രാജപാളയത്തിനപ്പം എങ്ങനെയുണ്ട് കേരളത്തിൽ മാർക്കറ്റ്? കേരളത്തിലാണോ അതോ? കേരളത്തിനേക്കാളും കൂടുതൽ എനിക്ക് വെളിയിലുള്ള സ്റ്റേറ്റിലോട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. ഏറ്റവും കൂടുതൽ കർണാടകമാണ്. കർണാടകത്തിലേക്കാണ്. അത് ഈ കർണാടകത്തിൽ അതിപ്പോൾ ഒരു പെട്ടെന്നുള്ള നിലയിലാണോ അതോ? അല്ല, കർണാടകത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിനേക്കാളും കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കർണാടക സ്റ്റേറ്റിലേക്കാണ്. പ്രത്യേകിച്ച് മലയാളികൾ ചെയ്യുന്ന കൃഷി സ്ഥലങ്ങളിലേക്കാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു 10 ഏക്കറിലേക്ക് ഒരു 2 ഫീമെയിലിനെയോ 2 രാജപാളയത്തിനെ കൊണ്ട് സാധിക്കാൻ പറ്റുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം ചേട്ടാ, ഇതിപ്പം തമ്മിൽ എങ്ങനെയുണ്ട്? ആനിമൽ അഗ്രേഷൻ ആണോ അതോ ഹ്യൂമൻ അഗ്രേഷൻ ആണോ കൂടുതലായിട്ടുള്ളത്? തമ്മിൽ അഗ്രേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിദേശ ബ്രീഡ് പോലെ അല്ല. ഒന്നെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ തൊട്ടേ പിന്നെ വളർത്തുവാണെങ്കിൽ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു പാത്രത്തിൽ വളർത്തി നമുക്ക് എടുക്കണം. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് അത് തമ്മിൽ കടിയുണ്ടാകും. ഇപ്പം ഏകദേശം ഒരു 6 മാസം പ്രായമുള്ള തമ്മിൽ കാണാത്തതിനൊക്കെ നമ്മളിപ്പോൾ ഒരുമിച്ച് രണ്ടിടത്തുനിന്ന് കളക്ട് ചെയ്ത് ഇപ്പോൾ ഒരു തോട്ടത്തിൽ കൊണ്ടുപോയി പെണ്ണുമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ആക്രമിക്കും. ആണുമാണെങ്കിൽ ആണും പെണ്ണും കൂടെ പെട്ടെന്ന് ആക്രമിക്കും. കുറച്ച് പെട്ടെന്ന് അത് ഇണങ്ങും. പക്ഷെ മറ്റേ തിരിച്ച് പെണ്ണും കൂടെ ആണെങ്കിൽ കുറേ ബുദ്ധിമുട്ടുണ്ടാകും. ഇതിന് എത്ര എങ്ങനെയാണ് ബിച്ചേട്ടാ ഏജ് എത്ര വയസ്സ് വരെ ജീവിക്കും? ഇന്ത്യയിൽ ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൽ തന്നെ ഒരു 11 വയസ്സ് വരെ ഉള്ളത് നമ്മുടെ ഉണ്ട്. ഒരു 15-16 വയസ്സ് വരെ നമ്മളിവിടെ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഒരു 20 വയസ്സ് വരെ ജീവിക്കും. നമ്മൾ പറഞ്ഞ ഈ സപ്ലിമെൻറ്റുകളൊക്കെ കറക്റ്റായിട്ടും കറക്റ്റ് ഭക്ഷണവും കൊടുത്താൽ. പിന്നെ ബീച്ചേട്ട നമ്മുടെ ഈ വേറെ വേറെ വെളിയിലത്തെ ബ്രീഡ് ഉണ്ടല്ലോ, ജർമ്മൻ ഷെപ്പേർഡ് അങ്ങനെയൊക്കെ ഉള്ള, അതിൽ നിന്ന് വെച്ച് ഇതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ കൃത്യമായ മെനുവും കാര്യമൊക്കെ ഉണ്ടോ? ഈ രാജപാളയത്തിനും നാടൻ ബ്രീഡുകൾക്കും ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ഭക്ഷണവും നമ്മൾക്ക് കൊടുക്കാം. വിദേശ ബ്രീഡിനകത്ത് പോരാ. ഇതിപ്പോൾ നമ്മുടെ സാധാ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വെജിറ്റബിളോ അല്ലാതെ മീൻ ഇറച്ചിയോ ഒക്കെ എന്ത് വെള്ളം കൊടുക്കാം. വിദേശ ബ്രീഡുകൾക്ക് അത് പറ്റില്ല. വിദേശ ബ്രീഡുകൾക്ക് നമുക്ക് ഇവർ ചെയ്യുന്നതിനേക്കാളും കെയർ ചെയ്തേ പറ്റും. അപ്പം ഇതിനിപ്പം ഗ്രൂമിങ് നമ്മളിപ്പം നമ്മുടെ ഡാഷിൻ്റെ മുകളത്തെ പറ്റി രോമമാണ്. അതുകൊണ്ട് ഇപ്പം എങ്ങനെ കെയറിങ്? ബ്രഷ് ചെയ്യണം, ഉറപ്പായിട്ടും ബ്രഷ് ചെയ്യണം. ഒരു മസാജിങ്ങിന് തുല്യമാണ് ഒരു ബ്രഷിങ് എന്ന് പറയുന്നത്. കുളിപ്പിക്കുന്നില്ലല്ലോ. കുളിപ്പിക്കുന്നത് 15 ദിവസം കൂടെ കുളിപ്പിച്ചാൽ മതി. അതതിൻ്റെ ഷാമ്പൂ സോപ്പ് ഉപയോഗിച്ച് കുളിപ്പിക്കാം. കുളിപ്പിച്ചാൽ തോർത്തിയിരിക്കണം, കൃത്യമായിട്ട് തോർത്തിരിക്കണം. തോർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെളിയിലേക്ക് മണ്ണിൽ കിടന്ന് ഉരുളാനുള്ള സൗകര്യം കൊടുക്കുക. ഒന്ന് കൂട്ടിലേക്ക് 2 കൂട് എപ്പോഴും ഒരു പട്ടി വളർത്തുമ്പോൾ ഒന്ന് കാണണം. അതല്ലെങ്കിൽ കൂടിനകത്ത് ബെഡ് ഉണ്ടായിരിക്കണം, തടി കൊണ്ടുള്ളത്. കാരണം വെച്ചാൽ ആ കൂട്ടിൽ ഈർപ്പരഹിതമായി കിടക്കുമെങ്കിൽ മാത്രമേ അതിൻ്റെ രോമത്തിനകത്ത് ഫംഗസ് ഉണ്ടാകാതെ ഇരിക്കത്തുള്ളൂ. പിന്നെ ബിജേട്ടാ, മിക്കവാറുള്ള വീടുകളിൽ ഡോഗിനെ വളർത്തുന്ന ആൾക്കാർക്കുള്ള പ്രശ്നമാണ് ഇപ്പം ഡോഗിന് ഇപ്പം കൃത്യമായി ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയിരിക്കും വിരമരുന്നൊന്നും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ദേഹത്ത് വട്ടം രോമം വട്ടം ചൊറി വരാൻ 3 കാരണങ്ങളാണ്. ഒന്ന്, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അമിതമായിട്ടുള്ള കുളിപ്പീര്. നമ്മുടെ സോപ്പിനകത്ത് കാരത്തിൻ്റെ അംശം കൂടുതലായ കാരണം നമ്മുടെ സോപ്പിട്ട് സാധാരണ കുളിയും വാറ സോപ്പ് മണസോപ്പിട്ട് കുളിപ്പിക്കും. ഒരു കാരണവശാലും നമ്മുടെ സോപ്പ് കുളി സോപ്പോ വാറ സോപ്പോ ഇട്ട് പട്ടിയെ കുളിപ്പിക്കരുത്.
പിന്നെ ഷാമ്പു, അത് ഷാമ്പു ഒരിക്കലും അതിൻ്റെ മേത്തേക്ക് ഞെക്കി നമ്മൾ പല്ല് തേക്കുന്ന പോലെ ഞെക്കി ഒഴിപ്പിച്ച് അത് ഉപയോഗിക്കുകയും ചെയ്തു. വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് വേണം അത് കുളിപ്പിക്കാൻ കൊണ്ട്. പിന്നെ കൃത്യമായിട്ടുള്ള വിരയ്ക്ക് മരുന്ന് കൊടുക്കാത്തത് കൊണ്ട് അതിൻ്റെ ആ വട്ടച്ചൊറി ഉണ്ടാകാൻ പറ്റും. പിന്നെ മൂന്നാമത് കൂടിനകത്തുള്ള ലോഷൻ പോലുള്ള ഉപയോഗം കൊണ്ട് കൂടിനകത്ത് എല്ലാവരും ചെയ്യുന്നത് ലോഷൻ ഉപയോഗിച്ച് കഴുകും. അങ്ങനെ കഴുകുമ്പം പട്ടിയുടെ സ്കിന്നിലേക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ലോഷൻ പറ്റിയല്ല. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ ചെറിയ ഫംഗസ് പോലും പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ അകത്തുള്ള അതുകൊണ്ട് അണുവിമുക്തമാക്കും. അപ്പോൾ ആ രോഗം കുറയും. അതാണ് ഇത്. അങ്ങനല്ലേ? അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന നമ്മുടെ ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് കഴിയുന്ന തറ കഴിയുന്ന സാധനമൊന്നും പട്ടിയുടെ അങ്ങനെ ടീപ്പോള് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ച് ഡോഗിനെ കഴുകില്ലേ. കാരണം ഡോഗിൻ്റെ ശരീരം വിയർക്കാത്തത് കൊണ്ടും അതിൻ്റെ സ്കിന്നിൻ്റെ പുറത്തൊരു ചെറിയ എണ്ണമയമുണ്ട്. അതാണ് ആ അണുക്കളെ അകത്തേക്ക് വിടാതിരിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ആവരണമാണ്. നമ്മൾ നിരന്തരമായിട്ടുള്ള കുളിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇതുകൊണ്ട് അതിൻ്റെ മണ്ടയിൽ ഒരു വരണ്ട ചർമ്മമാവുകയും ആ ക്രാക്ക് വീഴും. അതിനകത്തോട്ട് അണുക്കൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ സോറിയാസ് എന്ന് പറയുന്ന അസുഖം ചെറുതായിട്ട് തുടങ്ങി ഫംഗസ് തുടങ്ങി പിന്നെ അത് സോറിയാസ് എന്ന അസുഖത്തിലേക്ക് പോകും. അത് നമ്മൾ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഉള്ളിൽ അത് നമ്മുടെ വയറിനകത്തേക്ക് അൾസർ എന്ന് പറഞ്ഞ അസുഖത്തിലേക്ക് വ്യാപിക്കും. അപ്പോഴാണ് അത് മരണം വരെ സംഭവിക്കുന്നത്. പക്ഷേ തുടക്കത്തിൽ നമുക്ക് ഇന്നിപ്പം വിപണിയിൽ ഒരുപാട് ഐവർമാറ്റിൻ, ഡോറോമിറ്റ് ഇങ്ങനെയൊക്കെ ഒരുപാട് ഇഞ്ചക്ഷൻ ചെയ്യാനുണ്ട്. അതിൻ്റെ ടാബ്ലറ്റുകളുണ്ട്. ഇതൊക്കെ കൊടുത്ത് അത്യാവശ്യം ഫംഗസൊക്കെ പോകുന്ന പിന്നെ ഷാമ്പുകളുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് തുടക്കത്തിൽ തന്നെ ഇത് ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റും. പിന്നെ നമ്മുടെ പല ഡോഗിനും കാണുന്ന പോലെ നമ്മുടെ ഈ ചെവി ഉണ്ടല്ലോ, ചെവിയെ പുണ്ണ് പിടിക്കുന്ന പോലെ ചെവിയെ പുണ്ണ് പിടിക്കുന്നത് ചെവിക്ക് അകത്ത് നമ്മൾ കുളിപ്പിക്കുമ്പോൾ തന്നെ ഓരോ ദിവസം കുളിപ്പിക്കാൻ ഒരു നനഞ്ഞ തുണിയോ പഞ്ഞിയോ ഉപയോഗിച്ച് അത് പിഴിഞ്ഞിട്ട് ശേഷം ചെവി വൃത്തിയാക്കിയെടുക്കണം. കാരണം എപ്പോഴും ഡോഗിൻ്റെ ബാക്കിലെ കാല് കൊണ്ടാണ് ആ ചെവിയിലേക്ക് ചൊറിയുന്നത്. അപ്പോൾ ഇപ്പം വൃത്തിഹീനമായി നിൽക്കുന്ന കൂട്ടിലാണെങ്കിൽ അത് പെട്ടെന്നെടുത്ത് ഈ ചെവി ചൊറിയാൻ കൊണ്ട് വേറെ മാർഗം ഫ്രണ്ടിലെ കൈ കൊണ്ടല്ല ചൊറിയുന്നത്, ബാക്കിലെ കാലിൽ. അപ്പം ബാക്കിലെ കാലിലുള്ള മലവും മൂത്രങ്ങളും ഒക്കെ ഇതിൻ്റെ ഈ ചെവിയിലോട്ട് പോവുകയും ചെവിക്ക് ഈ പല പ്രാവശ്യം ഉപയോഗിച്ച് ഇങ്ങനെ മാന്തുന്നതുകൊണ്ട് ആ ചെവിക്കകത്തൊരു ചെറിയ ക്രാക്ക് ഉണ്ടാകുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ആ ചെവിയിൽ ഏറ്റവും വലിയ ഫംഗസ് പെട്ടെന്ന് വരുന്നതിന് കാരണം. ചെവിയിലും കഴുത്തിൻ്റെ അവിടെ. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കിസ്കിൻ എന്ന് പറഞ്ഞൊരു ലോഷനുണ്ട്, അതിൻ്റെ ക്രീമുണ്ട്. അത് പരട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് രൂക്ഷമാകാതെ നമുക്ക് തടയാൻ പറ്റും. അല്ല, ഇന്നിപ്പോൾ വിപണിയിൽ എന്ത് രോഗം വന്നാലും അതിന് ചികിത്സിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും തുടക്കത്തിൽ ചികിത്സിക്കാന്നുള്ളത്. വന്നിട്ട് ഒരുപാട് ലേറ്റായി ചികിത്സിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാലതാമസം ഉണ്ടാവും. ഇപ്പം നമ്മൾ ചോദിക്കാൻ വിട്ടു ഒരു ചോദ്യമാണ്, ബീച്ചാണ് ആദ്യമായിട്ട് ഈ രാജപാളയം എന്ന് പറഞ്ഞ ബ്രീഡിനെ നമ്മുടെ ഫാമിൽ കൊണ്ടെത്തിക്കുന്നത് എവിടെ നിന്നാണ് ആദ്യമായിട്ട്? ഞാൻ ആന്ധ്രാപ്രദേശിലെ വിജയവാഡ എന്നൊരു ആൺപട്ടിയാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ പട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം എൻ്റെ അറിവില്ല, അന്ന് കേരളത്തിലൊന്നും ഈ പറയുന്ന രാജപാളയം ഒന്നും കേട്ട അറിവ് പോലും എനിക്കില്ല. അതിപ്പം എത്ര വർഷം മുമ്പ്? ഇപ്പം കൊണ്ടുവന്നിട്ടൊരു ഏകദേശം ഒരു 8 വർഷത്തോളമായി ഞാൻ ഈ രാജപാളയത്തിനെ ഒരെണ്ണത്തിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ രാജപാളയത്തിനെ കൊണ്ടുവന്ന ശേഷമാണ് എനിക്കൊരു പെൺപട്ടി ഇവിടെ ക്രൂസ് ചെയ്യാൻ കൊണ്ട് ആദ്യമായിട്ട് കിട്ടുന്നത് തന്നെ. പെൺപട്ടി അത് ആ പെൺപട്ടിയെ ക്രൂസ് ചെയ്ത ശേഷം അതിൻ്റെ ഒരു ചട്ടപ്പപ്പിയെ കിട്ടിയ ശേഷമാണ് വിറ്റപ്പോഴാണ് അതിൻ്റെ ഒരു ലാഭം കണ്ട് മനസ്സിലാക്കുക. ഞാൻ പിന്നെ ഒരു ഫീമെയിലിനെ എടുക്കും. ഇപ്പോഴീ 53 എണ്ണത്തിലേക്ക് എത്തിയതും ആ ഒരു പ്രചോദനം കൊണ്ടാണ്. അപ്പം ഇതിനെ എങ്ങനെയുണ്ട് കെയറിങ്? ഇപ്പം നമ്മൾ പല വിദേശ ബ്രീഡുകളൊക്കെ വളർത്തുമ്പോഴത്തേനും ഇപ്പം നമ്മൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു കെയറിങ് വേണ്ട. ഒരു 14 ദിവസം വരെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് വിദേശ ബ്രീഡിൻ്റെ പുറകെ വിദേശ ബ്രീഡിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ പുക്കിൾക്കൊടി ചിലതിൻ്റെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം, വൃത്തിയാക്കി കൊടുക്കണം. ചിലപ്പം മുല കുടിപ്പിക്കാത്തതുകൊണ്ട് നമ്മൾ മുല കുടിപ്പിക്കണം. ഇത് അതിൻ്റെ ഒന്നും പുറകെ നടക്കണ്ട. അപ്പോൾ ഒരു 99% ഇതിൻ്റെ ഫീമെയിലുകൾ തന്നെ അതിനെ കുഞ്ഞുങ്ങളെല്ലാം മുല കുടിപ്പിച്ചോളും. തന്നെ കണ്ണൊക്കെ കയറി കഴിഞ്ഞ് തന്നെ തീറ്റി കൊടുക്കാൻ തുടങ്ങിയ ശേഷം മാത്രം നമ്മളതിനെ എടുത്ത് ഹാൻഡ് ബ്രീഡ് ചെയ്താൽ മതി. മറ്റേ അതല്ല, വിദേശ ബ്രീഡുകൾ മൊത്തം നമ്മളൊരു കൈകൊണ്ട് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. എപ്പോഴും എൻ്റെ പുറകെ വേണം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. ഇപ്പം ചിലപ്പോൾ ലാബിൻ്റെ കീഴിൽ നല്ലൊരു ഹെവി ലാബിൻ്റെ ഫീമെയിൽ ആണെങ്കിൽ ആ അമ്മ ചിലപ്പോൾ അതിനെ മണ്ടേ കയറി കിടക്കാനോ നഷ്ടപ്പെട്ടു പോകാനോ സാധ്യതയുണ്ട്. ഗ്രേറ്റ് ഡേനാണോ ഇതുപോലെ തന്നെ സംഭവിക്കും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മാറ്റിയിടണം. നമ്മളൊരു ദിവസം 3, 4, 5 പ്രാവശ്യം എണ്ണിച്ച് ഇതിന് മുല കുടിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. മറ്റേതിനത് വേണ്ട. അപൂർവമായിട്ട് വല്ലവേ ഉള്ളൂ നഷ്ടപ്പെട്ടു പോകുന്നത്. അത് ജനിതകമായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടുകൊണ്ട് ചിലപ്പം കുഞ്ഞുങ്ങളെ തിന്ന് കളയാനോ ഒക്കെ സാധ്യതയുണ്ട്, വളരെ കുറച്ച്. അതാണ് ഇപ്പം അടുത്തൊരു ചോദ്യം ഞങ്ങൾ ഉദ്ദേശിച്ചത് അതാണ്. ഇപ്പം പല ഫീമെയിലും പ്രസവിച്ച ഉടൻ തന്നെ കുഞ്ഞുങ്ങളെ കഴിക്കുന്നൊരു പ്രവണതയുണ്ട്. അതെന്തുകൊണ്ടായിട്ട് ഇപ്പോൾ അതൊരു പ്രോബ്ലമാണ്. എന്ന് വെച്ചാൽ ഒരുപാടുപെട്ട ആരും ചോദിക്കാത്തൊരു ചോദ്യം കൂടെ തന്നെയാണ്. കാരണം നമ്മുടെ നാടനാണ് ഏറ്റവും കൂടുതൽ. വിദേശ ബ്രീഡുകൾ അങ്ങനെ തിന്നുന്നതാണ്. വിദേശ ബ്രീഡിനകത്ത് പോമറേനിയൻ തിന്നുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കൊരെണ്ണം പ്രസവിച്ചിട്ട് കുഞ്ഞുണ്ടായി. ഇപ്പോൾ ഈ ഒരു 4 ദിവസമുള്ളൂ. ഫുൾ കുഞ്ഞിനെ അത് കഴിക്കും. പക്ഷേ കഴിഞ്ഞ പ്രസവത്തിൽ 5 കുഞ്ഞുണ്ടാകും. ശരിക്കും കെയർ ചെയ്താണ്. അതെന്താ നമുക്ക് നമ്മൾ അതിൻ്റെ സപ്ലിമെൻ്റ് എല്ലാം കൊടുത്താണ്. ഒരു പക്ഷേ എന്തോ അതിനകത്തുള്ള ഒരു ജനിതകമായിട്ട് അതിൻ്റെ പേരൻസിന് ഇതിന് മുമ്പുള്ള അമ്മയോ അതിന് മുമ്പുള്ള അമ്മൂമ്മയോ ഒക്കെ ഇത് ചില പക്ഷേ കഴിച്ചിട്ടുണ്ടായിരിക്കാം.
പക്ഷെ അപൂർവമായിട്ട് മാത്രം എൻ്റെ ഇത്രയും 25 വർഷത്തിന് ഉള്ള ആ വളർത്തുന്നതിനിടയിൽ ഒരു 3 ഡോഗേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. അത് 2 എണ്ണം പോമറേനാണ്, 1 എണ്ണം രാജപാളയമായിരുന്നു. അപ്പം ബിജുവേട്ടാ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ? മാറ്റിയെടുക്കാനെ കൊണ്ട് പറ്റുന്നത് നമുക്ക് അല്ലാത്തൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല. നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മലയിലൊക്കെ അങ്ങനെ നമ്മൾ പ്രസവിക്കുന്ന തന്നെ കുഞ്ഞിനെ മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ കുടിപ്പിക്കാൻ നേരത്ത് കൊണ്ടുപോവുക, ഒരു 10-15 ദിവസം വരെ അങ്ങനെ ഒരു അകലം പാലിപ്പിച്ച് നമ്മൾ കുടിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അസം പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കാണത്ത പോലും ഇല്ല ചിലപ്പോൾ ഡേറ്റ് കഴിയുമ്പോൾ. നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ വൈറ്റമിനുകളുടെ കുറവുണ്ടെങ്കിൽ വൈറ്റമിൻ കൊടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഇപ്പം നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ എത്രാമത്തെ ദിവസം മുതലാണ് ഈ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കുന്നത്? ഞാൻ അന്ന് തൊട്ട് തന്നെ സപ്ലിമെൻറ്റ് ചെയ്യും. ആ വൈറ്റമിൻ ബി കോംപ്ലക്സ് അന്ന് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും കൊടുക്കും. വൈറ്റമിൻ ബി കോംപ്ലക്സ്, സിങ്കോവൈറ്റ്, ഓർക്കാമിൽ ന്യൂട്രിച്ച് ഒരു ഒരാഴ്ച കഴിഞ്ഞ്. ഈ മുട്ടയൊക്കെ നമുക്ക് ആഴ്ചയിൽ 1-2 കൊടുത്താൽ മതി. അമിതമായിട്ട് കൊടുക്കേണ്ട ഇതെല്ലാം കൂടെ ഒരു അമിതമായിട്ടുള്ള ഇതെല്ലാം കൂടെ കൊടുത്ത് നമുക്ക് പട്ടിയെ വലിയ ഇതായി കഴിഞ്ഞാൽ പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ട് വരും. നമ്മൾ കുറേശ്ശെ നമ്മൾ 30 ദിവസത്തിന് ശേഷം ശരിക്കും ചെയ്താൽ മതി. നമുക്ക് കുറച്ച് പാലും മുട്ടയും അതിന് പോഷകാഹാരം തീർച്ചയായിട്ടും കൊടുക്കണം. നമ്മൾ ഈ പച്ചക്കറികളൊന്നും കൊടുത്ത് ശീലിപ്പിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പെട്ടെന്ന് കൊടുക്കേണ്ടി വരും. ഇപ്പം നമ്മൾ ബീച്ചേട്ട ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേനും പപ്പിയെല്ലാം കണ്ണ് കയറാൻ തുടങ്ങും. അത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഡ്രൈ ഫുഡ് അല്ല കൊടുക്കുന്നത്? നമ്മൾ റോയൽ കാൻഡ് സ്റ്റാർട്ടർ നമ്മൾ കുറേശ്ശെ ലൂസായിട്ട് നമ്മൾ സെർലാക്കും കൂടെ ചേർത്ത് നമ്മൾ വേവിച്ച് അതൊരു നിബിള് കുപ്പി കുറേശ്ശെ കൊടുത്ത് ശീലിപ്പിക്കും. കാരണം അത് അമ്മയുടെ പാല് പൂർണ്ണമായിട്ട് ഇവർക്ക് കുടിക്കാൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. കാരണം ഒരു ആട്ടിൻകുഞ്ഞ് പോലെ തള്ളയുടെ ചോര വരെ വലിച്ചു കുടിച്ച് കളയും ഇവർ. അത്രയ്ക്ക് ഇതാണ്. ഒരു 10 കുഞ്ഞുണ്ടെങ്കിൽ ഇവരുടെ നഖമൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ ഈ അകിടിലേക്കൊക്കെ ആഴ്ത്തിയ മുറിവൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അമ്മയ്ക്കും ഒരു ചെറിയ ആശ്വാസമാകും, കുഞ്ഞുങ്ങൾ ഹെൽത്തി ഡോഗാകും. നമുക്കൊരു 30 ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് വിപണനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഈ അമ്മയുടെ പാൽ കൊണ്ട് തന്നെ ഒരിക്കലും 30 ദിവസത്തേക്ക് ഇവർക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ല. ഇപ്പം ഏകദേശം നമ്മുടെ ഈ ഡോഗ് നമ്മൾ പപ്പിയെ എത്ര മാസമാകുമ്പോൾ നമ്മൾ സെയിലാക്കുന്നത്? ഏകദേശം 22-ാം ദിവസം തന്നെ പാർട്ടി നമ്മുടെ കസ്റ്റമർ വന്ന് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ അത് അവരുടെ സ്വന്തം റിസ്ക് കൊണ്ടുപോയെങ്കിൽ നമ്മൾ കൊടുക്കുകയുള്ളൂ. ഞാൻ സാധാരണ 30-35 ദിവസത്തിനുള്ളിലേ കൊടുക്കും. ഇത്രയും ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുക്കും. 30 ദിവസമെങ്കിലും ആ കൊടുക്കില്ല. അല്ലാതെ പട്ടി ഒരിക്കലെങ്കിലും വളർത്തിലുള്ളവർ പോലെ നിങ്ങൾ സന്ദേശം ഞങ്ങൾ നോക്കണം. അത് അവരുടെ റിസ്ക് കൊണ്ടുപോകാൻ മാത്രം നമ്മൾ 22. പക്ഷേ 22-ാം ദിവസം വേണമെങ്കിലും കൊണ്ടുപോയി നോക്കാൻ അറിയാവുന്നവർക്ക് ഈസിയായിട്ട് വളർത്താൻ പറ്റും. 22 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് അത്യാവശ്യം അവർ കഴിക്കാൻ തുടങ്ങും. പാലും സെർലാക്കും ഒക്കെ നക്കി കുടിക്കാൻ തുടങ്ങും. തന്നെത്താൻ നക്കി കുടിക്കുന്നൊരു സമയം അതാണ്. ആ സമയത്ത് കൊണ്ടുപോകാൻ കൂടുതൽ പെട്ടെന്ന് നമുക്ക് ഇണക്കി വളർത്താൻ പറ്റുന്നൊരു സമയം കൂടെ. പക്ഷേ ഒരു റിസ്ക്കാണ്. ദൂരെയൊക്കെ ഇവിടുന്ന് തൃശ്ശൂരോ എറണാകുളമൊക്കെ 100-150 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്. കാരണം പട്ടിയുടെ ബോഡി വിയർക്കാത്ത കാരണം ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നൊരു യാത്രാ ക്ഷീണമൊക്കെ വലിയ പ്രശ്നമാണ്. ആ സമയത്ത് എന്തെങ്കിലും അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇതുപോലെ നമ്മൾ ഇവിടുന്ന് എടുത്തോണ്ട് ഇപ്പം ദൂരേക്ക് എടുത്തോണ്ട് പോയിട്ട് പപ്പി ഡെഡായി പോയ മരിച്ചു പോയിട്ടില്ല. പക്ഷേ 2-3 ദിവസത്തേക്ക് ഈ പറഞ്ഞ വൊമിറ്റൊക്കെ ചെയ്തിട്ട് ഒരു ക്ഷീണാവസ്ഥ കാണിക്കും. തീർച്ചയായിട്ടും അതുണ്ടാകും. കാരണം അമ്മയുടെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ചൂടൊക്കെ പറ്റിക്കിടക്കുന്ന ഒരു സാധനം അത്രയും കൂടി യാത്ര ചെയ്തിട്ട് 2-3 ദിവസം എടുക്കും. പിന്നെ ആ കാലാവസ്ഥയുമായിട്ട് ഇപ്പോൾ 30 കിലോമീറ്റർ ദൂരെയാണെങ്കിൽ പോലും നമ്മുടെ ഈ കിഴക്കൻ മേഖല എന്ന് പറഞ്ഞാൽ ഒരു ഹൈ റേഞ്ച് പോലുള്ളൊരു ഏരിയ. ആ ഹൈ റേഞ്ച് പോയൊരു ഏരിയയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ പടിഞ്ഞാറ് പ്രദേശത്തോട്ട് മാറുമ്പോൾ തന്നെ ക്ലൈമറ്റ് മാറുകയാണ്. അപ്പോൾ അതിനൊരു വേരിയേഷൻ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ആ കാലാവസ്ഥയായിട്ട് ഇടപെടണമെങ്കിൽ ഒരു 3-4 ദിവസം തീർച്ചയായിട്ടും എടുക്കും. പിന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് അതിൻ്റെ ഇതൊക്കെ കൊടുക്കുക. അവർ ചിലപ്പോൾ അത് പെട്ടെന്ന് അത്രയൊന്നും കൊടുക്കാൻ പറ്റുമെന്ന് ഇരുത്തിരിക്കില്ല. നമ്മൾ കൊടുക്കുന്ന പോലെ എല്ലാവർക്കും കൊടുക്കുന്നു. അപ്പോൾ അവരുമായിട്ട് ഇടപെടാനുണ്ടാകുന്ന കാലതാമസം ബുദ്ധിമുട്ടുണ്ടാക്കും, കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് 35 ദിവസങ്ങളായിട്ട് ഒരു 40 ദിവസമായിട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമുക്കിവിടെ 40 ദിവസം വരെ കിടക്കത്തില്ല. ഈ ലോക്ക്ഡൗൺ കാലയളവിൽ അങ്ങനെ ഉണ്ടായെങ്കിലേ ഉള്ളൂ. ഇപ്പം എത്ര പപ്പി വരെ നമ്മളിവിടെ ഫുള്ള് റിക്കവർ 11 പപ്പിയാണ് എനിക്ക് രാജപാളയത്തിനുണ്ടായത്. 5 താഴ്ന്നിട്ടില്ല. 5 തൊട്ടൊരു 11 കുഞ്ഞു വരെ. ചേട്ടാ നമ്മളെ ഇപ്പം 11 പപ്പി എന്ന് പറഞ്ഞു. ഈ 11 പപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി എങ്ങനെ എന്ന് പറഞ്ഞാൽ ഏകദേശം വളർച്ച നമുക്ക് ഒരു രാജപാളയം പ്രസവിക്കുമ്പോൾ നമുക്കൊരു 4 കാറ്റഗറി ആയിട്ട് നമ്മൾ അതിനെ തരംതിരിക്കും. ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റഡ് പപ്പി എന്ന് പറയും. അതൊരു 1 സ്റ്റഡ് പപ്പി എന്ന് പറയുന്നത്. ഒരു തലയെടുപ്പ്, അച്ഛൻ്റെ ഗമയും ആ ഒരു ഫാമിലിയിലുള്ള ഒരു ലുക്കുള്ളത് ഒരെണ്ണമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ 2 സെക്കൻഡ് എന്ന് പറയും. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരു 3 കുഞ്ഞ് കാണും. ഒരു 3 കുഞ്ഞ് ഒരുപോലെ തലയെടുപ്പുള്ള ഒരു 3 കുഞ്ഞാണ്. പിന്നെ 3-ാം സ്റ്റേജിലെന്ന് പറയുമ്പം ഇതിനകത്ത് ഈ ആദ്യത്തെ പറഞ്ഞ 1-ഉം രണ്ടാമത്തെ 3 കുഞ്ഞും കഴിഞ്ഞിട്ട് ഇവർ കുടിച്ചിട്ടേ മറ്റൊരു അങ്ങോട്ട് ഈ മറ്റുള്ള കുഞ്ഞുങ്ങളെ ഈ തള്ളയിലേക്ക് കുടിപ്പിക്കാൻ സമ്മതിക്കും. അവരായിരിക്കും മിടുക്കന്മാർ. അപ്പോൾ അവർക്ക് ഇച്ചിരി കാര്യപ്രാപ്തി കുറവായിരിക്കും. പക്ഷെ നമ്മളതിനെ തരംതിരിക്കേണ്ട. ഈ പറഞ്ഞ പോലെ അവരായിരിക്കും ചിലപ്പം വളർത്തി വേറൊരാൾക്ക് കൊടുക്കുമ്പം ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടും വരുന്നത്. പക്ഷെ അങ്ങനെ 3 തരമായിട്ട് ഈ 3 തരത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഏറ്റവും ലോ ആയിട്ട് വരുന്ന ഒരാളും കാണുന്നതിനകത്ത് ഇതിന് ഒട്ടും കാര്യപ്രാപ്തി ഇല്ല. അവരെ ചിലപ്പം ഈ തള്ള തന്നെ പുറന്തള്ളിക്കളി.
ബാക്കിയുള്ളവരൊക്കെ കടിക്കുകയോ ഒക്കെ ചെയ്യും അവസാനം വരെ. അപ്പം നമുക്ക് ഇവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കേണ്ടി വരും. നമ്മൾ കെയർ ചെയ്ത് ഫീഡ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും. അത് ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ആ കുഞ്ഞിനെ ഈ പറഞ്ഞ പോലെ ഈ മുലപ്പാൽ കിട്ടാത്തെങ്കിൽ ബാക്കിയുള്ള കുഞ്ഞിനെ മാറ്റിയിട്ട് നമ്മൾ ഇവരെ തന്നെ ഈ ഒരു കുഞ്ഞിനെ തന്നെ കുടിപ്പിക്കാൻ ശ്രമിക്കും. എങ്കിലേ നമുക്കത് ഒരുപോലെ കൊണ്ടാൻ പറ്റും. എന്തായാലും നമുക്ക് 10 കുഞ്ഞുണ്ടെങ്കിൽ ഒരിക്കലും ആ 4 തരത്തിൽ വളർത്തിയെടുക്കാം. ഒരുപോലെ ഒരു കുഞ്ഞും ഉണ്ടാകത്തില്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. ലാസ്റ്റിലുണ്ടാകുന്ന കുഞ്ഞ് ചിലപ്പോൾ ചെറുതായിരിക്കാം, അങ്ങനെയുള്ള വ്യത്യാസം വരും. സമയ വ്യത്യാസം തന്നെ ഉണ്ടല്ലോ. ഒരു ദിവസത്തെ ഒരു 24 മണിക്കൂർ തന്നെ എടുക്കും ചിലപ്പോൾ ഒരു ഡെലിവറി മൊത്തം കഴിയണം. ഇപ്പം ഒരു പപ്പി വന്നു കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞാണ് ഒരു പപ്പി? അതായത് എനിക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള കാരണം നമ്മൾ അതിൻ്റെ ഗ്ലൂക്കോസ് പൗഡറും ഒക്കെ കൊടുക്കുന്ന കരിക്കും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്, നമുക്ക് വേഗത്തിൽ പ്രസവിപ്പിക്കാൻ പറ്റും. അതല്ല അതൊന്നും അറിയാത്തവരാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് പ്രസവിച്ചിട്ട് 2-3 മണിക്കൂർ വരെ താമസമുണ്ട്. മറ്റേതൊരു 30 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ 15 മിനിറ്റ് കൊണ്ട് തന്നെ അടുത്ത് പ്രസവിക്കും. നമ്മളപ്പം അവർക്ക് ഒത്തിരി സ്ട്രെയിനിങ് ഒന്നും ചെയ്യാതെ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഗ്ലൂക്കോസ് പൗഡറൊക്കെ കലക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പ്രസവിക്കാൻ പറ്റും. ഇതറിയാത്തവർക്കാണെങ്കിൽ കാലതാമസം 24 മണിക്കൂർ പിറ്റേ ദിവസം പ്രസവിച്ചിട്ടുണ്ട്. 2 കുഞ്ഞിനെ പ്രസവിച്ചിട്ട് പിറ്റേ ദിവസം പ്രസവിച്ച സംഭവം നടക്കും. ഇപ്പം നമ്മുടെ ഒരു മുയൽച്ചെവിയും പ്രസവിച്ചിട്ട് പിറ്റേ ദിവസമാണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചത്. അങ്ങനെ നമ്മൾ നിലവിൽ പ്രസവിച്ച് കിടക്കുക. അപ്പോൾ ഒരു 3 കുഞ്ഞേ ഉള്ളായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഒന്നുകൂടെ പ്രസവിച്ചു. പക്ഷേ ആ കുഞ്ഞ് ഡെത്തായി പോവുകയും ചെയ്തു. പക്ഷെ പ്രസവിച്ചു 3-ാം ദിവസം പിറ്റേ ദിവസം പ്രസവിച്ചു. അങ്ങനെ ഉണ്ടാവും. ഒരു പട്ടി 63 ദിവസത്തിനുള്ളിൽ പ്രസവിക്കണം. 59 തൊട്ട് 63 പ്രസവിക്കുന്നത്. അത് 70 ദിവസം വരെ അപൂർവമായിട്ട് 1000 പട്ടി 70-ാം ദിവസം വരെ പ്രസവിച്ച കേസത്ത് എനിക്ക് രാങ്ങോഴി എന്ന കാലത്ത് നമ്മുടെ പട്ടിയെ കൊണ്ട് തന്നെ ക്രോസ് ചെയ്തിട്ട് 70-ാം ദിവസം. അത് ഏത് ബ്രീഡാണ്? ലാബ്ഡോറാണ്. 2 കുഞ്ഞേ ഉള്ളായിരുന്നു. അത് 12 കൊണ്ട് സ്കാൻ ചെയ്തപ്പം കുട്ടികൾക്കും തള്ളയ്ക്കും ഒരു പ്രശ്നമില്ലാത്ത കാരണം കുഴപ്പമില്ലെന്ന് പറഞ്ഞു. 69-ാം ദിവസം സ്കാൻ ചെയ്തു. 70-ാമത്തെ ദിവസം വെളുപ്പിനെ പട്ടി പ്രസവിച്ചു. ഒരു കുഴപ്പമില്ല. കുട്ടികൾ നല്ല സൂപ്പർ കുട്ടികളാണ്. രണ്ടെണ്ണം ഇപ്പം 4 വയസ്സുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് ഡിസംബർ 1 2 ചത്തുപോയി. അപ്പോൾ നമുക്കിപ്പം ഡേറ്റ് ഒന്നുമ്പോൾ ഒരു 63 അല്ലേ ദിവസം നോക്കാം. അതായത് നമ്മൾ നല്ല ഭക്ഷണവും ആരോഗ്യമായിട്ടൊരു പട്ടിയാണെങ്കിൽ 69-ന് ഒരു 67 മുമ്പ് പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. മൊത്തം 63 ദിവസം മതിയില്ല. ഒരു 4-5 ദിവസം എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണ വളർച്ച എന്ന് പറയാൻ പറ്റിയില്ല. അണുബാധ ഉണ്ടാകും. പിന്നെ ഈ പൊക്കിൾ കൊടി വഴിയാണ് ഏറ്റവും കൂടുതൽ അണുബാധ ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഈ പ്രസവിക്കുന്ന മുറിയിലെ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണം തന്നെ തറയിലുള്ള അണുബാധകളൊന്നും ആ പൊക്കിൾ കൊടി വഴി ഉണ്ടാകാതിരിക്കും. വേഗത്തിൽ വ്യാപിക്കും അത്. പിന്നെ ബീച്ചേട്ടാ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പം നമ്മൾ പട്ടി ഇപ്പം നല്ലപോലെ ഇപ്പം പ്രഗ്നൻസി ടൈം ആകുമ്പോഴത്തേനും നമ്മൾ പേപ്പർ കീറി ഇട്ട് കൊടുക്കുന്ന ഒരു ഇതുണ്ട്, ന്യൂസ് പേപ്പറൊക്കെ. അപ്പം ബീച്ചേട്ടാ നമ്മളിങ്ങനെ ന്യൂസ് പേപ്പർ കീറി ഇടുമ്പോഴത്തേനും ഇതിൽ അക്ഷരങ്ങളൊക്കെ ടൈപ്പ് ചെയ്തേക്കുന്നത് കളറിലാണല്ലോ. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇതിന് വല്ല ഡിസീസ് വല്ല ഉണ്ടാകുന്നില്ല. അതെ, ന്യൂസ് പേപ്പറിനകത്തൊരു കെമിക്കലുണ്ട്. ആ കെമിക്കലിൻ്റെ പ്രവർത്തനം കൊണ്ട് നമുക്ക് ഒമറ്റ് ചെയ്യാതിരിക്കാനുള്ള എന്തോ അതെനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് അതിൽ ആ ന്യൂസ് പേപ്പർ കൊണ്ടാണ് മനുഷ്യനാണെങ്കിലും ഏതൊരു ജീവജാലങ്ങൾക്കാണെങ്കിലും ഒമറ്റ് ചെയ്യുന്ന ഒരാളിനെ വാഹനത്തെ ട്രാവൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ സൈഡിലൊരു പേപ്പർ ചുരുക്കി വയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ സീറ്റേലും ചാരിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളും ഒമറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല, എത്ര ഛർദ്ദിക്കുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെയാണ് ഡോഗിനും പ്രസവ സംബന്ധമായിട്ട് നമുക്കറിയാലോ പ്രഗ്നൻസി സമയത്ത് ഒരുപാട് ഛർദ്ദിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലപ്പോൾ അബോർഷൻ വരെ ഉണ്ടാകാം. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കീറിട്ട് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത് കുഞ്ഞുണ്ടായി കഴിഞ്ഞു, കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടി കുഞ്ഞി പറഞ്ഞാൽ അണുബാധ ഉണ്ടാകാതിരിക്കാൻ അത് തന്നെയല്ല. ഇതിൻ്റെ പ്രസവിച്ച് കഴിയുമ്പം ഉണ്ടാകുന്ന ബ്ലീഡിങ് ഇതൊക്കെ ഒരു സ്പോഞ്ച് പോലെ പത്രം പിടിച്ചെടുത്തിട്ട് ഈ തറകളിലൊന്നും വ്യാപിക്കാതെ തന്നെ നമുക്ക് പിറ്റേ ദിവസം മാറ്റി ഇടാം. തുണിയാകുമ്പം തുണിയിൽ പട്ടിക്കുഞ്ഞ് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തള്ള മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അതൊരു ബാക്ടീരിയ ഉണ്ടായിട്ട് ഫംഗസ് രോഗം ഉണ്ടാകില്ല. പ്രത്യേകിച്ചും ലാബ് പോലുള്ള സാധനങ്ങൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ പത്രം ഡെയിലി മാറി ഒരു 10-15 ദിവസം വരെ നമ്മൾ പത്രം കീറിയിട്ട് മാറി അത് പത്രത്തിനെ ഫുള്ളായിട്ട് വിരിക്കാതെ ഒരു റിബൺ മാതിരി കീറിയിടുന്നതായിരിക്കും നല്ലത്. കാരണം ഫുള്ളായിട്ട് വെക്കുമ്പോൾ പട്ടിക്കുഞ്ഞിനെ എടുത്ത് ചാക്ക തുണിയിട്ട് കൊടുക്കുന്ന പോലെ തന്നെ തള്ളപ്പട്ടി എടുത്ത് അതിനെ മറച്ച് വെക്കുന്ന പൊതിഞ്ഞ് വെക്കുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ ശ്വാസം കിട്ടാതോ ഒക്കെ പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും ഉള്ളിൽ കീറി പത്രം ഇട്ട് കൊടുക്കുക. യാത്രയിൽ നമ്മൾ കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക. പരമാവധി തുണിയും ചാക്കും ഉപയോഗിക്കാതിരിക്കും. നമ്മുടെ ഈ രാജപാളയത്തെക്കുറിച്ച് ഇത്രയും വിശദീകരിച്ച് തന്നു നന്ദി. പലർക്കും അറിയത്തില്ലാത്ത കാര്യങ്ങൾ വരെ ബിച്ചാണ് പറഞ്ഞു തന്നു. നമ്മുടെ വ്യൂവേഴ്സിന് ഇതൊരു ഉപകാരപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്രയും നേരം പറഞ്ഞു തന്നതിന് ബിച്ചേട്ടാ താങ്ക്സ്. നമ്മുടെ രാജപാളയം ഡോഗ്സിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇസ്മി അഭിജയനാണ്.